നമസ്കാരം, ശ്രീധരായാണ്. ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോ ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഡിയോ ഉണ്ടാ, കണ്ടുനോക്ക്. പ്രധാനപ്പെട്ട വിഷയം, കോടാനുകോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി ജെ പി കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നത്. കാശ് കൊടുക്കുന്നത് വെച്ചാൽ ഗൂഗിൾ പേ ആണ്. ഒരു വോട്ടിന് 15,000 റുപ്യ വരെ കൊടുക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല, പക്ഷെ കൊടുത്തവർ വാങ്ങിയവർ തന്നെ പറയുകയാണ്. വാങ്ങിയിട്ട് അവർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർ ചെയ്യുന്നു. സൂപ്പറല്ലേ? ഇത് മാത്രം നേമത്ത് BJP 15,000 രൂപ വെച്ച് വോട്ടർമാർക്ക് കൊടുത്തേക്കണാണ്. അതും ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തേക്കണത്. പക്ഷെ തെളിവില്ലട്ടാ. ഈ പൈസ കിട്ടിയവരാണ് പറഞ്ഞേക്കണത് ഇങ്ങനെ പണം കൊടുക്കേണ്ടെന്നുള്ളത്. എന്റെ വെളിവില്ലാത്ത മന്ത്രി, നിങ്ങളെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആക്കിയ ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാൽ മതി. ഈ ഗൂഗിൾ പേ എന്താണെന്ന് ആദ്യം പഠിക്കണം. ഈ ഗൂഗിൾ പേയിൽ നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞാൽ അത് എത്ര നാളത്തോളം നമ്മൾ പൈസ അയച്ചെന്നുള്ളത് അവിടെ കിടക്കും. അത് ആരയച്ചു, എത്ര രൂപ അയച്ചു എന്നുള്ളത് കൃത്യമായിട്ട് കിടക്കും. അതാദ്യം ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി പഠിക്കണം. എല്ലാവർക്കും ഉണ്ടാ. ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു കാമ്പും കഴമ്പൊക്കെ വേണ്ടേ? ഇനിയിപ്പോ തെളിവില്ലാതിരിക്കണമെങ്കിൽ രാത്രി ആരും കാണാതെയൊക്കെ കൊണ്ട് പൈസ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തെളിവില്ലാണ്ട് പൈസ കൊടുത്തെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആരോപണം മാത്രമേ മാറുള്ളൂ. ഏതായാലും തോൽവി മുന്നിൽ കണ്ടിട്ടാണ് ഈ പറയണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞ പോലെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് പറഞ്ഞ പോലെ BJP ഇത്തവണ നേമത്ത് മാത്രമല്ല മോനെ, പല സ്ഥലത്തും മിക്കവാറും അക്കൗണ്ട് തുറക്കും. അത് കാണാൻ നേരത്ത് ഇനി പൈസ കൊടുത്താണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയാനെങ്കിൽ നിങ്ങൾക്ക് പറയാനേ നേരം കിട്ടുള്ളൂ. ജനങ്ങൾ വോട്ടേറ്റിന് ജയിക്കണത്. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പം പോയിട്ട് പ്രായമൊക്കെ ആയില്ലേ, കുറച്ചാണ് വീട്ടിൽ റെസ്റ്റ് എടുക്ക്, കിടക്ക്.